Hello everyone, how are you all? Welcome to a new episode of English with Habish. So, in today's episode, we are going to talk about preposition of time. Preposition of time നെ കുറിച്ചാണ് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഓക്കെ, ഒരു കമ്പനിയിലെ 3 ഉദ്യോഗസ്ഥരുടെ കോൺവെർസേഷൻ ആസ്പദമാക്കിയിട്ടാണ് നമ്മൾ preposition of time ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. So, let's dive in. മെറിനെ കണ്ട ഉടനെ ജോൺ ചോദിച്ചു, വെൻ ഡിഡ് യു റീച്ച് ഓഫീസ് ടുഡേ? അപ്പോൾ മെറിൻ ഉത്തരം നൽകി, ഐ റീച്ച്ഡ് അറ്റ് 9 o'clock. 9 മണിക്ക് ഞാൻ എത്തി. മെറിൻ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന പ്രിപ്പസിഷൻ അറ്റ് ആണ്, അറ്റ് 9 o'clock. സോ എക്സാക്റ്റ് ആയിട്ടുള്ള ഒരു ടൈമിൻ്റെ മുമ്പിൽ നമ്മൾ അറ്റ് ഉപയോഗിക്കും. ദ മീറ്റിംഗ് സ്റ്റാർട്ട്സ് അറ്റ് 3 PM. 3 മണിക്ക് മീറ്റിംഗ് തുടങ്ങും. ലെറ്റ്സ് മീറ്റ് അറ്റ് 10:30. നമുക്ക് 10:30 കാണാം. ദ സ്റ്റോർ ഓപ്പൺസ് അറ്റ് 9 AM. സ്റ്റോർ 9 മണിക്ക് തുറക്കുന്നു. ക്ലോസസ് അറ്റ് 5 PM. 5 മണിക്ക് അടക്കുന്നു. ദ മൂവി ബിഗിൻസ് അറ്റ് 8 PM. സോ അറ്റ് ഉപയോഗിക്കുന്നത് എക്സാക്റ്റ് ടൈമിന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, What about you? Marin asked. John replied, I was a bit late. ഞാൻ അല്പം വൈകി. I arrived around 9:30. ഞാൻ ഏകദേശം 9:30 എത്തി. Around എന്നിവിടെ പറയുമ്പോൾ ഏകദേശം എന്നാണ് അർത്ഥം. സോ എപ്പോഴാണ് നമ്മൾ അറൗണ്ട് ഉപയോഗിക്കേണ്ടത്? അപ്രോക്സിമേറ്റ് ടൈം പറയാൻ വേണ്ടിയിട്ട്. ഓക്കെ, the use of around in this context means the exact arrival time is not known or not important. അപ്പോൾ exact arrival time ഒന്നെങ്കിൽ അറിയില്ല അല്ലെങ്കിൽ അതിനത്ര പ്രസക്തിയില്ല. But it was roughly 9:30. ഏകദേശം 9:30 ആയിരുന്നു. 9:15, 9:25, 9:35, 40. It means that the person arrived close to 9:30 but not exactly at 9:30. അപ്പോൾ 9:30 ക്ലോസ് ആയിട്ടാണ്, ആ 9:30 അടുപ്പിച്ചിട്ടുള്ള ഒരു സമയത്താണ് എത്തിയത്, പക്ഷേ എക്സാക്റ്റ് 9:30 അല്ല. അടുത്തതായി ജസ്റ്റിൻ ചോദിച്ചു, വെൻ ഡു യു ഹാവ് ടു സബ്മിറ്റ് ദ റിപ്പോർട്ട്? എപ്പോഴാണ് നിനക്ക് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യേണ്ടത്? ജോൺ റിപ്ലൈഡ്, ഐ ഹാവ് ടു സബ്മിറ്റ് ദ റിപ്പോർട്ട് ഓൺ വെനസ്ഡേ. ബുധനാഴ്ച റിപ്പോർട്ട് സമർപ്പിക്കണം. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന പ്രിപ്പസിഷൻ ഓൺ ആണ്. അപ്പോൾ സ്പെസിഫിക് ഡേയ്സിൻ്റെ മുമ്പിൽ സാറ്റർഡേ, സൺഡേ, മൺഡേ എന്നതിനൊക്കെ മുമ്പിൽ നമ്മൾ ഓൺ ആണ് ഉപയോഗിക്കുക. For example, the meeting is on Monday. Meeting Monday ആണ്. He has an appointment on Tuesday. The party is on Friday. We are having a picnic on Saturday. I'm going to the doctor on Thursday. So, days in the മുമ്പിൽ we will use on. Alright? Justin continues with his questions. He asks, will you be able to finish it today? ഇന്ന് നിനക്ക് തീർക്കാൻ പറ്റുമോ? John replies, I will finish the report in the morning. ഞാൻ രാവിലെ റിപ്പോർട്ട് പൂർത്തിയാക്കും. സോ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന പ്രിപ്പസിഷൻ ഇൻ ദ ആണ്. സോ ഇൻ ദ എന്ന് പറയുമ്പോൾ ഇറ്റ് റെഫേഴ്സ് ടു ദ ടൈം ഫ്രം ഏർലി മോർണിംഗ് അൺടിൽ അറൗണ്ട് നൂൺ. അപ്പോൾ രാവിലെ മുതൽ ഏകദേശം ഉച്ച അറൗണ്ട് 12 മണി വരെയുള്ള സമയമാണ് നമ്മൾ ഇൻ ദ മോർണിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഈ സമയത്തിൻ്റെ ഉള്ളിൽ ഏതെങ്കിലും ഒരു സമയത്ത് അദ്ദേഹം അത് പൂർത്തിയാക്കും. ഇൻ ദ ആഫ്റ്റർനൂൺ എന്ന് പറയുമ്പോൾ refers to the time from noon till evening, until evening. അപ്പോൾ ഉച്ച മുതൽ വൈകുന്നേരം വരെ. ഇൻ ദ ഈവനിങ് എന്ന് പറയുമ്പോൾ ഏർലി ഈവനിങ്, ഒരു 5 മണി മുതൽ ഒരു 9 മണി വരെ. സോ ദാറ്റ്സ് വാട്ട് ഇറ്റ് മീൻസ്. ഓക്കെ, സോ ഐ വിൽ ഫിനിഷ് ദ റിപ്പോർട്ട് ഇൻ ദ മോർണിംഗ് എന്ന് പറയുമ്പോൾ ഒരു 10 മണിയോ 11:30യോ ആ സമയമാകുമ്പോൾ മൂപ്പർ പൂർത്തിയാക്കുമെന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അടുത്തതായി ജസ്റ്റിൻ ആസ്ക്സ്, Marin, will you have to work during the weekends to finish your project? So Marin replies, yes, I will have to work during the weekends to finish my project. അതെ, എൻ്റെ പ്രൊജക്റ്റ് പൂർത്തിയാക്കാൻ എനിക്ക് വാരാന്ത്യങ്ങളിലും ജോലി ചെയ്യേണ്ടി വരും. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന പ്രിപ്പസിഷൻ ഡ്യൂറിംഗ് ആണ്. ഡ്യൂറിംഗ് എന്നതിൻ്റെ ഉപയോഗം സൂചിപ്പിക്കുന്നത് മുഴുവൻ വാരാന്ത്യ കാലയളവിലും വിവിധ ഘട്ടങ്ങളിൽ പ്രവർത്തനം നടക്കുമെന്നാണ്. സോ ഒരു എക്സാക്റ്റ് ടൈം അല്ലെങ്കിൽ ഒരു സ്പെസിഫിക് ടൈം അല്ല. ഇറ്റ് ഈസ് സ്പ്രെഡ് ത്രൂ ഔട്ട് ദ വീക്കെൻഡ്. ഇപ്പോൾ രാവിലെ ഒരു വീക്കെൻഡ് നമ്മൾ കുറച്ച് വൈകിട്ടാണല്ലോ എണീക്കുക. സോ ഒരു 11 മണിക്ക് എണീച്ച് ഒരു 1 മണി വരെ ജോലി ചെയ്തു. പിന്നെ ലഞ്ച് കഴിഞ്ഞു, അത് കുറച്ച് റെസ്റ്റ് എടുത്തു. അത് കഴിഞ്ഞിട്ട് ഒരു 2 hours വർക്ക് ചെയ്തു. സോ നോട്ട് അറ്റ് ആൻ എക്സാക്ട് ടൈം, പക്ഷേ ഇറ്റ്സ് സ്പ്രെഡ് ത്രൂ ഔട്ട് ദ വീക്കെൻഡ്. അനദർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു കുട്ടി പറയാണ്, ഐ സ്റ്റഡി ഡ്യൂറിങ് ദ ഈവനിങ്സ്. ഞാൻ വൈകുന്നേരങ്ങളിൽ ആണ് പഠിക്കുന്നത്. സോ അവൻ മുഴുവൻ വൈകുന്നേരങ്ങളിൽ ചിലപ്പോൾ പഠിക്കില്ല, അല്ലെങ്കിൽ ഒരു 6 മണി 7 മണി എന്ന എക്സാക്റ്റ് ടൈമിലായിരിക്കില്ല. 6 മുതൽ 6:30 വരെ പഠിച്ചു, പിന്നെ കുറച്ച് മൊബൈൽ നോക്കി, പിന്നെ 7:30 മുതൽ 8 മണി വരെ പഠിച്ചു, പിന്നെ വീണ്ടും ടി വിയോ മൊബൈലോ നോക്കി. സോ ഇറ്റ് ഇസ് സ്പ്രെഡ് ത്രൂ ഔട്ട് ദ ഈവനിങ്. ഓക്കെ,
Justin continues with his questions. He asks Marin, how long have you been handling the IT projects? എത്ര കാലമായി നീ IT projectകൾ ഹാൻഡിൽ ചെയ്യാൻ തുടങ്ങിയിട്ട്? So Marin replies, I have been handling IT projects since 2023. ഞാൻ 2023 മുതൽ IT projectകൾ കൈകാര്യം ചെയ്യുന്നു. So ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന preposition since ആണ്. ഒരു പ്രവർത്തനത്തിൻ്റെ ആരംഭകാലം സൂചിപ്പിക്കാൻ, സ്റ്റാർട്ടിംഗ് പോയിന്റ് സൂചിപ്പിക്കാനാണ് നമ്മൾ സിൻസ് ഉപയോഗിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ഷീ ഹാസ് ലിവ്ഡ് ഹിയർ സിൻസ് 2010. സോ 2010 മുതൽ അവൾ ഇവിടെ താമസിക്കുന്നു. നെക്സ്റ്റ് എക്സാമ്പിൾ, ഐ ഹാവ് ബീൻ റണ്ണിങ് എ ബിസിനസ് സിൻസ് 2010. 2010 മുതൽ ഞാൻ ഒരു ബിസിനസ് നടത്തുന്നു. സോ അല്ലെങ്കിൽ നടത്തിക്കൊണ്ടിരിക്കുന്നു. സോ സിൻസ് ഉപയോഗിക്കുന്നത് ഒരു ആക്ഷൻ്റെ ആരംഭ സമയത്തെ സൂചിപ്പിക്കാനാണ്. ഇപ്പോൾ മെറിൻ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഐ ഹാവ് ബീൻ ഹാൻഡ്ലിങ് IT projects സിൻസ് 2023. അപ്പോൾ 2023 മുതൽ എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സിൻസ് ഉപയോഗിക്കുന്നത്. അടുത്തതായി മെറിൻ്റെ ചോദ്യമാണ്, വാട്ട് അബൌട്ട് യു? ഹൗ ലോങ് ഹാവ് യു ബീൻ വർക്കിംഗ് ഇൻ ദ മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റ്? നീ മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട് എത്ര കാലമായി? സോ ജസ്റ്റിൻ റിപ്ലൈസ്, ഐ ഹാവ് ബീൻ വർക്കിംഗ് ഇൻ ദ മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് ഫോർ 3 years. ഞാൻ 3 വർഷമായി മാർക്കറ്റിംഗ് വിഭാഗത്തിൽ ജോലി ചെയ്യുന്നു. സോ 4 എന്ന പ്രിപ്പസിഷനാണ് ഉപയോഗിച്ചിരിക്കുന്നത്. എപ്പോഴാണ് നമ്മൾ 4 എന്ന പ്രിപ്പസിഷൻ ഉപയോഗിക്കുക? സമയദൈർഘ്യം കാണിക്കാൻ വേണ്ടിയിട്ട്, ഡ്യൂറേഷൻ. ഫോർ എക്സാമ്പിൾ, ഷീ ഹാസ് ലിവ്ഡ് ഹിയർ ഫോർ 14 years. അവൾ 14 വർഷമായി ഇവിടെ താമസിക്കുന്നു. സോ സമയദൈർഘ്യം 14 വർഷമായി എന്ന് പറയാൻ വേണ്ടിയിട്ട്. ഐ ഹാവ് ബീൻ റണ്ണിങ് എ ബിസിനസ് ഫോർ 5 years. ഞാൻ 5 വർഷമായി ഒരു ബിസിനസ് നടത്തുന്നു അല്ലെങ്കിൽ നടത്തിക്കൊണ്ടിരിക്കുന്നു. സോ 5 വർഷമായി, 5 years, ഒരു സമയദൈർഘ്യം കാണിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ജോണിനോടാണ്. വെൻ ക്യാൻ യു സെൻഡ് മീ ദ പ്രൈമറി ഡ്രാഫ്റ്റ്? എപ്പോഴാണ് നിനക്ക് പ്രൈമറി ഡ്രാഫ്റ്റ് അയച്ചു തരാൻ പറ്റുക? അപ്പോൾ ജോൺ പറയുന്നു, ഐ വിൽ സെൻഡ് ഇറ്റ് ടു യു ബൈ 5 o'clock. ഞാൻ 5 മണിയോടെ നിനക്ക് അയച്ചു തരാം. സോ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന പ്രിപ്പസിഷൻ ബൈ ആണ്. സോ ബൈ സൂചിപ്പിക്കുന്നത് ഒന്നെങ്കിൽ അറ്റ് 5 PM, എക്സാക്ട് അറ്റ് 5 PM, അല്ലെങ്കിൽ അതിനു മുമ്പ്. ദ ആക്ഷൻ വിൽ നോട്ട് ഒക്കർ ആഫ്റ്റർ ദ സ്പെസിഫൈഡ് ടൈം. 5 മണിക്ക് ശേഷമല്ല, ഒന്നെങ്കിൽ 5 മണിക്ക് മുമ്പ് അല്ലെങ്കിൽ കറക്റ്റ് 5 o'clock. Another example, please submit the report by Friday. ദയവായി വെള്ളിയാഴ്ചക്കകം റിപ്പോർട്ട് സമർപ്പിക്കുക. ഓക്കെ, സോ ബൈ എന്ന് ഉപയോഗിക്കുമ്പോൾ വെള്ളിയാഴ്ചക്കകം, ബൈ ഫ്രൈഡേ എന്ന് മനസ്സിലാക്കണം. സബ്മിറ്റ് ദ റിപ്പോർട്ട് അറ്റ് എനി ടൈം ബിഫോർ ഓർ ഓൺ ഫ്രൈഡേ. ഒന്നെങ്കിൽ ഫ്രൈഡേ അല്ലെങ്കിൽ അതിനു മുമ്പ്. അതാണ് നമ്മൾ ബൈ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഷീ പ്രോമിസ്ഡ് ടു റിട്ടേൺ ദ ബുക്ക് ബൈ ദ എൻഡ് ഓഫ് ദ മന്ത്. മാസാവസാനത്തോടെ പുസ്തകം തിരികെ നൽകുമെന്ന് അവൾ വാഗ്ദാനം ചെയ്തു. അപ്പോൾ ബുക്ക് റിട്ടേൺ ചെയ്യുന്നത് ഒന്നെങ്കിൽ മാസാവസാനത്തിന് മുമ്പ് അല്ലെങ്കിൽ ദ ലാസ്റ്റ് ഡേ ഓഫ് ദ മന്ത്. അതാണ് ബൈ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ക്യാൻ ദ ഡെഡ്ലൈൻ ഫോർ ദ കൊച്ചി പ്രൊജക്ട് ബി എക്സ്റ്റെൻഡഡ്? കൊച്ചി പ്രൊജക്റ്റിൻ്റെ ഡെഡ്ലൈൻ എക്സ്റ്റെൻഡ് ചെയ്യാൻ കഴിയുമോ? ജോൺ റിപ്ലൈസ്, നോ, ഐ ഡോണ്ട് തിങ്ക് സോ. We have until Monday to present the final output. ഇല്ല, എനിക്കങ്ങനെ തോന്നുന്നില്ല. അന്തിമ ഔട്ട്പുട്ട് അവതരിപ്പിക്കാൻ നമുക്ക് തിങ്കളാഴ്ച വരെ സമയമുണ്ട്. ഇവിടുത്തെ പ്രിപ്പസിഷൻ എന്താണ്? അൺടിൽ ആണ്. അൺടിൽ മൺഡേ എന്ന് പറയുമ്പോൾ തിങ്കളാഴ്ച വരെ എന്ന് അർത്ഥം വരും. ഓക്കെ, സോ നോർമലി ആൾക്കാർക്ക് ഉണ്ടാകുന്ന ഒരു ഡൗട്ട് എന്ന് വെച്ചാൽ, ഈ അൺടിൽ മൺഡേ എന്ന് പറയുമ്പോൾ ആ മൺഡേയും അതിൽ ഉൾപ്പെടുമോ എന്ന്. യെസ്, എൻഡ് ഓഫ് ദ മൺഡേ വരെ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യാനുള്ള സമയമുണ്ട്. വേറെ 2 എക്സാമ്പിൾസ് നോക്കാം അൺടിൽ വെച്ചിട്ട്. വി വെയിറ്റഡ് അൺടിൽ ദ റെയിൻ സ്റ്റോപ്ഡ്. മഴ നിർത്തുന്നത് വരെ ഞങ്ങൾ കാത്തിരുന്നു. നെക്സ്റ്റ് എക്സാമ്പിൾ, ദ സ്റ്റോർ ഈസ് ഓപ്പൺ അൺടിൽ 9 PM. സ്റ്റോർ 9 മണി വരെ തുറന്നിരിക്കും. റൈറ്റ്, നെക്സ്റ്റ് വൺ. ജോൺ പറയുന്നു, വി ക്യാൻ ഓൺലി റെസ്റ്റ് ആഫ്റ്റർ വി ആർ ഡൺ വിത്ത് ദ പ്രൊജക്റ്റ് പൂർത്തിയായതിനു ശേഷം മാത്രമേ നമുക്ക് വിശ്രമിക്കാൻ കഴിയൂ. സോ ആസ് യു ഓൾ നോ, ആഫ്റ്റർ കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് ശേഷം എന്നാണ്. ഇറ്റ്സ് ആൻ ഈസി വൺ അല്ലേ? ജോൺ കണ്ടിന്യൂസ്, ലെറ്റ്സ് ട്രൈ ടു ഫിനിഷ് ഇറ്റ് ബിഫോർ ദ ഡെഡ് ലൈൻ, അതർവൈസ് വി വിൽ ബി ഇൻ ട്രബിൾ. നമുക്ക് സമയപരിധിക്ക് മുമ്പ് പൂർത്തിയാക്കാൻ ശ്രമിക്കാം, അല്ലെങ്കിൽ നമ്മൾ കുഴപ്പത്തിലാകും. സോ ദിസ് ഈസ് ഓൾസോ ആൻ ഈസി വൺ. ബിഫോർ എന്ന് പറയുമ്പോൾ മുമ്പ് എന്നാണ് അർത്ഥം. ജോൺ കണ്ടിന്യൂസ്, they are asking us to finish such a huge project within a week. This is not fair.
ഇത്രയും വലിയ പ്രൊജക്റ്റ് ഒരാഴ്ചക്കുള്ളിൽ പൂർത്തിയാക്കാൻ അവർ നമ്മളോട് ആവശ്യപ്പെടുന്നു. ഇത് ന്യായമല്ല. ഇവിടുത്തെ പ്രിപ്പോസിഷൻ ഏതാണ്? വിത്തിൻ ആണ്. വിത്തിൻ, ഒരു സമയപരിധിക്കുള്ളിൽ. ഇവിടെ ഒരാഴ്ചക്കുള്ളിൽ തീർക്കണമെന്നാണ് പറയുന്നത്. സോ ആ ഒരാഴ്ചക്കുള്ളിൽ എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വിത്തിൻ എന്ന പ്രിപ്പോസിഷൻ ഉപയോഗിച്ചിരിക്കുന്നത്. ലെറ്റ്സ് ലുക്ക് അറ്റ് മോർ എക്സാമ്പിൾസ്. പ്ലീസ് സബ്മിറ്റ് യുവർ റിപ്പോർട്ട് വിത്തിൻ ദ നെക്സ്റ്റ് 3 days. അടുത്ത 3 ദിവസത്തിനുള്ളിൽ നിങ്ങൾ റിപ്പോർട്ട് സമർപ്പിക്കണം. ദ പാക്കേജ് ഇസ് എക്സ്പെക്റ്റഡ് ടു അറൈവ് വിത്തിൻ എ വീക്ക്. പാക്കേജ് ഒരാഴ്ചക്കുള്ളിൽ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. സോ വിത്തിൻ, ഒരു കാലയളവിനുള്ളിൽ എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് വിത്തിൻ എന്ന പ്രിപ്പോസിഷൻ നമ്മൾ ഉപയോഗിക്കുന്നത്. That's all for now, my dear friends. I hope the video was helpful to you all. Thank you.